അനുരഞ്ജനത്തിൻ്റെ മൃദുല നിമിഷം. 2 ദിവസത്തിനു ശേഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുവാൻ കർത്താവ് പറഞ്ഞു. പെട്ടെന്ന് കുമ്പസാരത്തിനായി ഒരു പള്ളിക്കകത്ത് കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതായി കണ്ടു. അവിടെ മനുഷ്യരുടെ ശരീരവും മൃഗങ്ങളുടെ തലയുമുള്ള വളരെ നിഴലുകൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കുമ്പസാരത്തിനു വന്ന ഒരു മനുഷ്യൻ്റെ കഴുത്തിൽ നീണ്ട കയറുകൾ കുടുക്കി അദ്ദേഹത്തെ ഈ നിഴലുകൾ നടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. കയറുകൾ ആ മനുഷ്യൻ്റെ കഴുത്തിലും നെറ്റിയിലുമായി ചുറ്റിയിട്ടിരുന്നു. ആ നിഴലുകൾ ആ വ്യക്തിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് അതിൽ ഒരു നിഴൽ മറ്റുള്ള നിഴലുകളിൽ നിന്നും മാറി ഒരു സ്ത്രീയുടെ രൂപമായി. വളരെ പ്രകോപനകരമായ വസ്ത്രം ധരിച്ച് കുമ്പസാരത്തിനു പോയ മനുഷ്യൻ്റെ മുമ്പിലൂടെ നടന്നു. ശ്രദ്ധ തെറ്റിയ ആ മനുഷ്യൻ ആ സ്ത്രീയുടെ നേരെ നോക്കി. അപ്പോൾ ആ ഭീകരജീവികൾ സന്തോഷിച്ച് ആർത്തു ചിരിച്ചു. ഒരു മാലാഖ ഈ ഭീകരജീവികളെ തള്ളിമാറ്റുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. വിനയശീലയായ മറ്റൊരു യുവതിയും കുമ്പസാരത്തിനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ കയ്യിലുണ്ടായിരുന്ന ചെറിയ പ്രാർത്ഥനാ പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഭീകരനിഴലുകൾ അവളുടെ അടുത്തേക്ക് വന്നു. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കടക്കുവാനോ അവളെ ബന്ധിക്കുവാനോ അവയ്ക്ക് കഴിഞ്ഞില്ല. അവളോടൊപ്പം ഉണ്ടായിരുന്ന മാലാഖയ്ക്ക് ഭീകരനിഴലുകളേക്കാൾ ശക്തിയുണ്ടായിരുന്നതായി എനിക്ക് തോന്നി. ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഈ യുവതി കുമ്പസാരം പൂർത്തിയാക്കിയപ്പോൾ മുമ്പ് ധരിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു വസ്ത്രം ധരിച്ചിരിക്കുന്നതായി കണ്ടു. വെളുത്ത മുത്തിൻ്റെ നിറമുള്ള നീണ്ട അയവുള്ള ഒരു കുപ്പായം, തലയിൽ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം. അൽത്താരയിലേക്ക് പോയ അവളുടെ പുറകെ അവളുടെ ചുറ്റുമായി 4 മാലാഖമാർ. അവളുടെ മുഖത്ത് പരിപൂർണ ശാന്തത. അൽത്താരയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി അവൾ മുട്ടുകുത്തി. വൈദികൻ നിർദ്ദേശിച്ച പ്രായശ്ചിത്ത പ്രാർത്ഥനയ്ക്കായി മാലാഖമാർ കൈകൾ കൂപ്പി അവളോടൊപ്പം നിന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ഈ ദർശനം അവസാനിച്ചു. ഞാൻ എൻ്റെ വീട്ടിനുള്ളിൽ എൻ്റെ വീട്ടുപകരണങ്ങളുടെ നടുവിലായി. കർത്താവ് എന്നോട് പറഞ്ഞു, ഇപ്പോൾ 2 പേർ അനുരഞ്ജന കൂദാശയ്ക്കായി പോകുന്നത് കണ്ടു. ഒരാൾ യാതൊരു തയ്യാറെടുപ്പും കൂടാതെ അശ്രദ്ധനായി കുമ്പസാരത്തിന് പോയി. അങ്ങനെയുള്ളുമ്പോൾ ദുഷ്ടാരൂപികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നു. നേരെ മറിച്ച് മറ്റേ യുവതി പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്നും സഹായം തേടി കുമ്പസാരത്തിന് ഒരുങ്ങുകയായിരുന്നു. അതുകൊണ്ടാണ് പിശാചിന് അവളുടെ അടുത്ത് വരുവാൻ സാധിക്കാഞ്ഞത്. മാത്രമല്ല അവളുടെ കാവൽ മാലാഖയ്ക്ക് അവളെ കൂടുതലായി സംരക്ഷിക്കാനും കഴിഞ്ഞു.